നിന്റെ ചിരിയത് കണ്ടപ്പോൾ അയ്യോ നെഞ്ചിലൊരാതി. കണ്ണിന്ന് വെള്ളം വരാൻ സമയ കാൽമങ്ങ ചവിട്ടിയാ മതി. അസ്സലാമു അലൈക്കും. അപ്പൊ ഇന്നത്തെ നമ്മളെ വ്ലോഗ് അറിയണേ നമ്മളെ ഷെഫീക്ക് 1.5 പാട്ടായിട്ട് വന്നിട്ടുണ്ടെന്ന്. ഞാൻ ഏതായാലും ഈ ക്ലിപ്പയിലാടയാ കണ്ടപ്പോൾ അടിവയറ്റിലെ മണ്ണുള്ള രാത്രി നിന്റെ ചിരിയത് കണ്ടപ്പോൾ അയ്യോ നെഞ്ചിലൊരാതി. കരിമിഴിയുള്ള കലവാണിക്കാർ കൂന്തല് കണ്ടപ്പോ കണ്ണൊന്നുടക്കി ചിരിക്കല തന്നെ കല്യാണി നിന്റെ മാറത്തെ പുള്ളി എന്നെ കുടുക്കി നിന്റെ കണ്ണിലെ നിറം കണ്ട് കായിലെ വള കണ്ട് കാലിലെ കുലിച്ചിട്ട് എന്നെ കുടുക്കി അറിയില്ലേ അറിയണം നടക്കത്തി കിടക്കുമ്പോൾ എനിക്കെന്റെ മോഹം നടപ്പത്തി ഒഴുകുമ്പോൾ നോക്കല നീ എത്തി നോട്ടത്തിനുല കൊണ്ട് കരണ്ടത്ത് കിടക്കുന്ന നോക്കല നീ എത്തി. ഇന്നൊരു പാട്ടിട്ടോ അപ്പൊ നമ്മള് ഈ ക്ലിപ്പായി തന്നെ ആടെ അവിടെ ഉമ്മയും കുട്ടിയും വെയിൽ വിളിച്ചിനെ നമുക്ക് നോക്കിയോ കേട്ടോ. ഇമ്മക്കൂടെ കഷ്ണ തുണികള് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ തിമ്പറാണ്. ഉമ്മ കുട്ടീനിട്ട് വെയിലാട്ട് കേട്ടോ. വെയിൽ ഈ പെരന്റെ ചുറ്റും തപ്പി തന്നെ ഇവിടെ ഇപ്പൊ ഉണ്ടാവും. പിന്നെ കുറച്ച് തന്നെ കുറച്ച് അപ്പുറത്തേക്കാണ്. അപ്പൊ അങ്ങോട്ട് മണ്ടും. ഉദിച്ചണ കിട്ടൂല. മഞ്ഞണ്ട് പോയി കിട്ടില്ല. ഉണ്ടാതെ നിക്കും കാട്ടാണെങ്കിലേ. വെയിലാട്ടുമ്പോ എല്ലാ പരിപാടികളും കഴിച്ചു. ನಾನು വെയിൽ കാക്ക ನಾನು വെയിൽ കായ്യാടമ്മ ನಾನು വെയിൽ കായ്യാടമ്മ ನಾನು വെയിൽ കായത്തമ്മ മഴ ചവിട്ടില്ലമ്മ നെഞ്ഞിന് ചവിട്ടി കുഴിച്ചോളൂ. ನಾನು വെയിൽ കായത്തമ്മ കണ്ട തുണി വേണ്ട. സൂര്യന് എവിടെ? സൂര്യന് നിങ്ങള് പൊടിച്ചല്ലേ? സൂര്യൻ എവിടെ? അവടിയാണല്ലേ? ആ അവടിയാണ്. ഇനി എവിടക്കപ്പൊ വെയിലുണ്ട്? ആ അവിടെ ഉണ്ട് കുറച്ച്. മോത്ത് കണ്ണിലുണ്ട് നല്ലോണേ. വൈകുന്നേരം ഉണ്ടാവുമ്പോഴാണ് നല്ലോണം കൂടുക കണ്ണ്. ഇതെന്താ കാട്ട്? ഇന്നലെ 3:30 തുടങ്ങിയിരിക്കണ് വെയിലാട്ടല്. 5:30-6 മണി വരെ വെയിലാട്ടല്. വെയിലൊക്കെ പോയിക്കണ്. എന്നിട്ടും ഉമ്മ കുത്തിരിക്ക അവിടെ. എന്താ പിന്നെ ഇന്നലെ ഉറങ്ങിയിട്ടില്ല. കൊറേ നഷ്ടപ്പെട്ട് നിൽക്കുന്നില്ല. ആ മുള്ളുവേലി കെട്ടിയോണ്ട്, അല്ലെങ്കിൽ അതിന്റെ അപ്പുറത്തേക്ക് പോകേ. സൂര്യന് ഉദിക്കണത് കേക്കാമ, അസ്തമിക്കണത് എന്താ പടിഞ്ഞാറ? മുണ്ടണില്ല കേട്ടോ, അറിയില്ല. സൂര്യന് ഉദിക്കണ എവിടെ? ആ കേക്ക്. വെയിലട്ട് വരട്ടെ. ഏതായാലും കൊറേ നേരം നിക്കേണ്ടി വരും. ഇരുന്നിരുന്നൊക്കെ തിരുമ്പാൻ നിന്ന് കൊയങ്ങി തിരുമ്പാകല്ലോ മെരുക്കാണ്. ഇവിടെ ആദ്യം മമ്മിയല്ലേ പിടിച്ചീന്? മമ്മ കൊയങ്ങി. ഇനി പാള് പറയണ്. നിങ്ങള് കൊയങ്ങിയോ? ഇവിടെ ചായയും കറിയൊക്കെ ആയോണ്ട് നിക്കാണ്. നിങ്ങളൊന്ന് പോവൂലേ? പോണേ. പിന്നെ ഇമ്മ ഈ പൊട്ടെടുത്താലോ? ഞാൻ കുടിച്ചടോ? ഞാൻ കുടിച്ചടോ?
പുട്ട് ഇവിടെ ആയോണ്ട് നമ്മളിപ്പോ കുട്ടിന്റെ വെയിലൊക്കെ കൊള്ളിച്ച് നല്ല ടർക്കി, ഞങ്ങള് ടർക്കിയിൽ ഇങ്ങനെ പുതിയല് അടിയിലൊരു ശീലി ഉണ്ടാവും, ഒരു മുട്ടന്റെ ഷേപ്പിൽ ഇങ്ങനെ കൊണ്ടുവരും. അമ്മായിന്റെ ഇതാണ്. പൊതിഞ്ഞൊരു പരിവാക്കി വെച്ചിരിക്കണം. നല്ല തണുപ്പല്ലേ ഇവിടെ. കയ്യും കാര്യം പോയിട്ടെങ്കിൽ ആരോടെ ചോദിച്ചിട്ട് അയക്കൂല എങ്ങനെ പൊതിയാന്. അങ്ങനെ നമ്മൾ ഉപ്പാടെ എന്തെങ്കിലും പറഞ്ഞാതിരി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി MRI എടുത്തു. ഡോക്ടറെ കാട്ടാൻ പറ്റിയിട്ടില്ല, കാരണം MRI റിപ്പോർട്ട് കിട്ടുമ്പത്തിന് എത്രയോ ടൈം ആവും. അപ്പൊ ഇന്ന് ചെല്ലാൻ പറഞ്ഞ റിപ്പോർട്ട് വാങ്ങാന്. അപ്പൊ ഓലെടുത്തപ്പോ പറഞ്ഞു വേരിയേഷനോ കാര്യം എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഓൽക്ക് ചെറുങ്ങനെ അറിയാൻ പറ്റും. അവിടെ ഡോക്ടർ ഉണ്ട്, ഡോക്ടർ വന്ന് ചെക്ക് ചെയ്യും. MRI എടുക്കുമ്പോൾ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ, അങ്ങനെ കുഴപ്പമുണ്ടെന്നുണ്ടെങ്കിൽ ഫിലിം തരും. റിസൾട്ട് കിട്ടാത്തതുകൊണ്ട് അത് നിങ്ങൾ ഡോക്ടറെ കൊണ്ടുപോയി കാട്ടാൻ പറഞ്ഞു. അപ്പോൾ ഓല് പറഞ്ഞതിൽ വലിയ വേരിയേഷൻ ഒന്നും ഇങ്ങനെ കാണാനില്ല. ഞങ്ങളിങ്ങനെ പറഞ്ഞു ഊണത് ഇനി. അപ്പോൾ ഓല് ചോദിച്ചു ഛർദ്ദിച്ചോ വല്ല ചെറിയ കൂടെ തൊള്ളി കൂടെ എന്തെങ്കിലും ചോര വരിക, തലകർക്ക് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടായിന്ന് ചോദിച്ചു. അപ്പൊ കുറെ ലക്ഷണം കാര്യം ചോദിച്ചപ്പോ അതൊന്നുമില്ല, ഇങ്ങനെ മൂത്രം പോവുണ്ട് അങ്ങനെ പറഞ്ഞു. അപ്പൊ ഓല് ഏതായാലും പെരും ഉറക്കാണ്, അതാണ് ഞങ്ങൾ പിന്നെ കൊണ്ടുപോയത്. അപ്പൊ അതില് ഇങ്ങനെ ഓല് നോക്കിയിട്ട് വല്ല കുഴപ്പമൊന്നുമില്ല, ഇനി ഡോക്ടറെ കാട്ടണം. ഡോക്ടറെ കാട്ടിയിട്ട് എന്താ പറയാന്ന് അറിയൂല. കാര്യങ്ങള് പക്ഷെ ഈ ഉറക്കം എന്താണ്, പെരും ഉറക്കാണ്. വല്ല ഉറക്കൊളിക്കും കൊടുത്താതിരി ഉറങ്ങാണ്. മൂത്രം അങ്ങനെ പോണുണ്ട്, അത് തമ്മിലുണ്ട് ഇതാവണില്ല. ഞങ്ങക്ക് രാത്രി നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ടേ പണിയാളൊക്കെ ഒരുങ്ങണുള്ളൂ. അടിച്ചൊരു തോത്താണ്ട് ചോറും കൂട്ടാനും ചായയും കടി അങ്ങനത്തെ ഒക്കെ ആയി. ഈ ചെങ്ങായിക്ക് രാത്രി വരും. പകല് ഇങ്ങനെ ഇവിടെ ഒരാൾ പെറ്റെടുക്കുന്നുണ്ടോ അങ്ങനെ ഒരാളുണ്ടോന്ന് ആരും അറിയില്ല കേട്ടോ, അങ്ങനെ ഉറങ്ങും. രാത്രി അതിനും വേണ്ടി ഓന് ഭയങ്കര ദേഷ്യാലേ, എന്തൊരു ഈറിയാണോ. അപ്പളാണ് നമ്മൾ ഈ സാധനം അത്രയൊക്കെ ഒച്ചുണ്ടോ നമ്മളറിയുള്ളൂ. ആളുണ്ടോ അങ്ങനത്തെ ആളുണ്ട്. ഞാൻ ഇവിടെ നിലത്താ കിടക്കല്, ഞാൻ വരെ കണ്ണുറന്ന് ഒച്ചയിട്ട് നീച്ചു. അമ്മാതിലെ വിലാണ് അല്ലേ. മമ്മി നീച്ചു, ഓളും നീച്ചു, ഞാനും നീച്ചു തിരിക്കാറോ. ഓ അന്ന് ചോദിച്ചു തന്നെയില്ല അവര്. കണ്ണുങ്ങ മാളിട്ടെന്ന് അറിയോ. പകല് മാളി കിട്ടണമെങ്കിൽ ഉണ്ടല്ലോ, പകല് അന്തം കുന്തല്ലാത്ത ഉറക്കാണ്. പകല് ആ ഉറക്കം അന്തിക്കാണെങ്കിൽ ഞങ്ങൾ എല്ലാരും ഉറങ്ങും. പിന്നെ ഉച്ചക്ക് സുഖമായി ഉറങ്ങാം. തന്നെയാണ് അതിന് പാലൊടുക്കുക. നമ്മള് തൊട്ടി കെട്ടില്ലേ, നമ്മൾ ഇന്നലെ തൊട്ടിയൊക്കെ കെട്ടി നല്ല സെറ്റാക്കി. കടത്തിയിട്ടില്ല, ഞാൻ നല്ല ജസ്റ്റ് ഒന്ന് ഇട്ടോക്കി. അപ്പൊ ഇങ്ങനെ ഒരു കുത്തനുണ്ടാവും, ഒന്ന് നേരം ഒന്ന് മടക്കി വെക്കണം. അറ്റം പൊന്തിച്ചെടുക്കണം. അത് ശീല അടിച്ചുമ്പോ തന്നെ കയറ്റി അടിച്ചതാണ്. ഇങ്ങനെ വിലങ്ങനെ ഇങ്ങനെ അടിച്ചു. അപ്പൊ കുത്തനെങ്ങനെ വരും, അങ്ങനെ അടിച്ചു. ഞാൻ മടക്കി വെക്കല്ലോ. അല്ലെങ്കിൽ അതിന്റെ തലഭാഗേ ഒരു ദിവസം കയറ്റിയിട്ട് നടുവാൻ കൂട്ടിയിട്ട് ഇങ്ങനെ മാക്സ് ഒക്കെ പൊന്തിച്ച് കൂട്ടിങ്ങാണ്ട് അങ്ങനെ അടിച്ചു. അപ്പൊ അവിടെ പിതാനൊക്കെ അങ്ങനെ കുത്തനങ്ങനെ അടിച്ചു നിക്ക, അപ്പൊ ഇങ്ങനെ ഉണ്ടായി വരും. ഇന്ന് കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല. അയലക്കത്തെ അവിടെ കുടിയിരിപ്പൊക്കെ നടക്കുന്നുണ്ട്. അതിന് നമ്മക്ക് എന്താ പരിപാടി? മണം വരും. ഞമ്മക്കോ ഏത് എവിടുത്തെ പെരിയില ഷഫീഖിന്റെ കൂട്ടുകാരന്റെ എന്താ പോലെ പേര് സാദിഖ് സദ്ദാർ എന്തോ പറഞ്ഞല്ലേ അതാണെന്റെ പേര്. ഉമ്മാക്കറിയാം. ഞങ്ങൾ ഓനൊക്കെ ഒപ്പം പണിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ഞങ്ങൾ ഓനൊക്കെ ഒപ്പം പഠിച്ചത്. ഞങ്ങൾ ചിച്ചിയാണ്. ഉറക്കിയിട്ട് വേണം ചായ കുടിച്ചോ പോയി. പണിയൊക്കെ ഒരുക്കട്ടെ. എത്ര നാല് പണിയാന്നറിയോ, അനങ്ങൂല. ഇന്നലെ പിന്നെ ഒരു 12 11 മണിയാകുമ്പോ പണി വേഗം കഴിച്ച് ഹോസ്പിറ്റലിൽ പോവാല്ലോണ്ട്. ഞാൻ റിസൾട്ട് കാട്ടിയാ മതി. ന്യൂറോനെ കാട്ടണം. ന്യൂറോ ENTയോ കാട്ടുള്ളൂ. പാൻ്റതേ ENTന്റെ ആയാലും കുഴപ്പമില്ല. ന്യൂറോനെ കാട്ടണം. ആരെ പോണോക്കട്ടെ. അവഞ്ഞ് പോയിട്ട് ചായ കുടിച്ചല്ലോ മാമ. പൈച്ചുണ്ടോ പള്ള ഗുള്ളു ഗുള്ളു അറിയണ.
നിങ്ങൾക്ക് ഇവിടെ ക്രിസ്മസ് കേക്ക് കൊണ്ടുവന്ന് നിൽക്കണേ. എന്താന്ന് വെച്ചാല് വെറൈറ്റി ക്രിസ്മസ് കേക്കാണ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു കേട്ടോ. എവിടെ ക്രിസ്മസ് കേക്ക്? വാ കൊണ്ടാ കുറച്ചേലും ബുദ്ധിമുണ്ടെങ്കിൽ ഞാൻ എന്തേലും കൊച്ചിന് കയ്പം കണ്ടിട്ട് ക്രിസ്മസ് കേക്ക്. എന്താ പരിപാടിന്ന്? എന്താണ് ഇവിടെ കുട്ടികളെ തെറ്റിച്ചലാണ് പരിപാടി ഓന്റെ. അപ്പൊ ഓനെല്ലാരും പറ്റിച്ചു പറഞ്ഞിട്ട് ഓ ഇവിടുത്തെ പീടിന്ന് കേക്കൊക്കെ വാങ്ങിക്കൊണ്ട് നിക്കണ്. നീ നിൽക്ക് തുണി നിൽക്ക്. തരൂലേ? എന്താ ഇങ്ങനെ ആയാലും കത്തിയണ്ടേ? കഞ്ഞിയോ ചോറോ എന്തേലും വേണോ? വേണ്ടാ വല്ല കീറ്. അനക്ക് ഇഷ്ടത്? പിന്നെന്താ നല്ല രസല്ലേ? രസല്ലേ കേക്ക്? ഇത് ചായ കൂട്ടി ചായം കൂട്ടിട്ടോ. നീ ചോദില്ലേ? അത് തിന്നൂല ഇച്ചറിയില്ല കേട്ടോ. തരില്ല അതോ കേക്ക് തെറ്റില്ല തെറ്റോ പൊടിയുന്നതാ. ഇവിടുത്തെ പീടിയിലുണ്ടാവും. കേക്ക് എന്നോടാ തിന്നാൻ പറഞ്ഞേ? ണ്ടോ എന്നാ എടുത്തോ. അത് കൊടുക്കണ്ടേ? എനിക്ക് തരില്ല. അനക്കിഷ്ടല്ലത് അപ്പൊ കൊന്നുകൊണ്ടേ കൊടുത്തോക്ക. തലപ്പ് പോകുന്നു ചണ്ട. തിന്നോ തിന്നോ. ഇഷ്ടല്ല ചൈന ചോദിച്ചില്ല. ഞാൻ അത് വായിച്ച് വാങ്ങി തരാണെങ്കിൽ ആക്കെ വാങ്ങി തരാണെങ്കിൽ തിന്നാം. ഇതൊരുമാതിരി എത്ര റുപ്യ? 40 റുപ്യ. 300ോ? ആ നല്ല വില ഉണ്ടോല്ലോ നോക്കി തന്നോളി. ഇനെന്താ മോണ്ടനൊന്നും പാടെ കൊടുക്കേ ആവും. തട്ടി കളിച്ചും ക്രിസ്മസ് അല്ല ഞാൻ മോണ്ടന് കൊടുക്ക്. സിഫ്നാക്ക് ഇഷ്ടാ ആ ക്രിസ്മസ് കേക്ക് കഴിച്ചതാവും വന്നിക്കണേ. ഉണ്ടോ? ഇവിടുത്തെ പീടിന്ന് വാങ്ങിക്കാണ്. ഉണ്ടോല്ലോ ക്രിസ്മസ് ആയിട്ട് ഉണ്ടാവക്കാരം. തിന്നോ. പിതാനം അറിഞ്ഞിട്ട് തന്നെയല്ല. എന്നാ മാറ്റിക്കോളി. എന്നാ മമ്മ കുറച്ച് കഴിഞ്ഞിട്ട് പോകാറ് നിൽക്കുകയാണ്. മറ്റവിടെ താത്താക്ക് വന്നായിരുന്നു. മറ്റവിടെ പുട്ടും കടലൊക്കെ കുഴച്ച് തിന്നാണ്. എന്നിട്ട് ഓല് പോകും വീഡിയോ എടുക്കാന്. ഇമ്മമ്മ കിട്ടോണ്ട് വരുന്നില്ല. ഇമ്മമ്മ ബേക്കൊക്കെ വലിഞ്ഞ് ഇറക്കാണ്. ആര്? അമ്മായിയല്ലേ? മാറ്റിക്കോളി മാമ. മാറ്റി പോവാണ്. മമ്മ കുട്ടീനെ കൊഞ്ചിച്ച് പോവാൻ നേരത്ത് കൊഞ്ചിച്ച് പോവാന്ന് പോവാണ്. മറ്റവിടെ കാത്തക്കൽ തുടങ്ങിയിട്ട് കൊറേതായി. ഒരു 3:30 നോക്കണ്ട കേട്ടോ. അത് അതുകൊണ്ടുപോകും ഇവിടെയൊക്കെ കഴിഞ്ഞിട്ട്. വെയിലല്ലേ? വെയില് കിട്ടുന്നില്ലേ? അങ്ങനെ ഉമ്മ ഇറങ്ങണം. പിന്നെ മൂട തട്ടിക്കൊണ്ടുപോവാണ് ഉമ്മമാനെ. ആ മൂടയുടെ നെല്ലിപ്പലൊക്കെ പറ്റി പെണ്ണെട്ടിയാൽ ഇങ്ങനെ കരോളോടെ പോയാലോട് വരൂല. ഇങ്ങനെ നിക്കണ ചെയ്യും. അപ്പൊ ചെന്താട്ടുക. അപ്പൊ ഞാൻ നിക്കും. അതിനെന്തല്ലേ ഇപ്പൊ തന്നെ റിയേഴ്സലൊക്കെ കൊടുത്തോ? എന്താ ഉമ്മ തരീണേ? ആ പോയിട്ടോ. അതിനൊക്കെ കുളിപ്പിച്ച് കേട്ടാല്ലാണ് ഇതാ പോണ്. ഇനിയിപ്പൊ കിട്ടുവാൻ്റെ എത്തുന്നു കണ്ടോ? ആ എന്താണ്
ഓന് കാട്ടുക. അയ്യോ ഓ കാട്ടാളെ ഓരെങ്ങനെ കാട്ടു ആ ഓനങ്ങനെ തല്ലിയാണ്. ഓനെ കൊണ്ടുപോവില്ല. ഓല് പോവാണ്. വിളിച്ചോടിട്ടോ. വണ്ടി ഇറക്കിയില്ലടാ. പക്ഷേങ്കില് 30 കിലോമീറ്റർ സ്പീഡിലേക്ക് പോകാൻ പറ്റുള്ളൂ. എന്താ 1000 കിലോമീറ്റർ എന്താ ആ കഴിഞ്ഞാലോ? അങ്ങനെ കുടിപ്പിനെ ഇതും ഉണ്ട്. എല്ലാരും പോയിക്കോളി എന്ന് പറഞ്ഞ ആർക്ക് ചോറില്ല. അതുകൊണ്ട് കുടിപ്പിന് മറ്റോനോട് കുടിപ്പിന്. അപ്പൊ കുന്മാൻ ഇന്ന് പണി ഉച്ചവരെ ഉള്ളേനി. ഉച്ചവരെ 11 മണി വരെ. ഒന്ന് ലീവ്, 4 ലീവ്. ചോറിന്ന് കുത്തിരിക്കാണ്. പിന്നെന്തൊക്കെ വർത്താനൊക്കെ? അവിടെ നമ്മള് ഇപ്പാൻ്റെ കാനു MRI സ്കാനിങ് ആയിട്ട് വന്നിക്കണ്. എന്തൊക്കെ ഇവിടെ കൊഴഞ്ഞ് മറിഞ്ഞ് കിടക്കണ്. സംഭവം എന്താ വെച്ചാല് കുടിരിക്കല് കഴിഞ്ഞാണ്ടില്ലേ വരികയാണ്. തന്നെ ഞാൻ പിന്നെ ടൈറ്റ് ഇട്ടു. ആരും പേരില്ല. ചോറ് മുമ്പിലുണ്ടായിരുന്നു പോയില്ല ചെറിയപ്പോ. ഇന്ന് ഏതെങ്കിലും ഡോക്ടർ ഉണ്ടോ റിസൾട്ട് കാട്ടാന്? ഏതൊന്നും മുട്ടോടുത്താ മതിയല്ലോ. മുട്ടോടുത്തിട്ട് ENT വേണ്ട അതോ ന്യൂറോ ഏതാ വേണ്ടിയേ? സൈഡായി കൊങ്ങി കിടക്കാണ്. പിന്നെന്താ എന്തേലൊക്കെ പറയും. ഇതാണ് ആകെ പറയല്ലേ. ഇവിടെ തന്നെ ഉണ്ടല്ലോ ചോദിക്കണ വല്യപ്പാ. നല്ല വെയിലേ. എവിടെ കൊള്ളിച്ചങ്ങള് വെയിലൊളിച്ചിട്ട് കുട്ടിയാകെ ചോന്ന് നിക്കണം. അത് ചെക്ക് ചെയ്യാം. എന്താ തോത്താൻ പോയി? തോത്തിട്ടില്ല. കുന്മാൻ തോത്തിയ വെയില് കൊണ്ട് കറുകറുത്ത് പോകണ്ടടാ. അത് പിന്നെ ആദ്യം ഇതൊന്ന് മാറട്ടെ, പിന്നെ കളറൊക്കെ പിന്നെ വെച്ചോളൂ. കണ്ണിന്റെ ഉള്ളില് ചില നേരത്ത് നല്ല മഞ്ഞ, ചില നേരത്ത് അങ്ങനല്ല. ഇമ്മമ്മ ഉണ്ടായെന്നേ അതില് കൊറേ പോകും, ഇതില് കൊറേ പോകും. ആ സാറിലാടെ നോട്ടെ. ഇപ്പച്ചിക്ക് വെയിലത്ത് കടത്തിയിട്ട് അടങ്ങേറില്ലേ? ഇവന് കുട്ടീൻ്റെ അടുത്തുനിന്ന് പോകുന്നല്ല ഇപ്പൊ. മറ്റേ കളിച്ചാൻ പോയാല് രാവിലെ പോയ വൈകുന്നേരം നോക്കിയാ മതി ഓനെ. ഇപ്പൊ ഫോണും വേണ്ട, ഒന്നും വേണ്ട. അല്ല റിതുവാ? ആദ്യം അവന്റെ മുഖേനി ഇപ്പൊ മാറുണ്ടല്ലേ? അങ്ങനെ മാറും. എന്റേതാവണല്ലോ എനിക്ക് ഇഷ്ടം. ഇങ്ങള് രണ്ടാളും ഇപ്പൊ അതിനെ വെയിലൊളിച്ചാൻ അയക്കൂല. ഷോട്ടോ ഇത് അവിടെ അടങ്ങി കടന്നോട്ടെ, ഉറങ്ങിക്കോട്ടെ, വെയിലുണ്ട്. ഒന്നാലോന് ഗതിയേടാണ്. അതവിടെ ഉണ്ടാവണേ, ഓരോന്ന് കണ്ടുപിടിച്ചുണ്ടിനി.
അത് നമുക്ക് ചുണ്ടിന്റെ മേലെ ഉണ്ടാവൂല ഇവിടെ ഒരു ഇത്. അതാണ് തുടിപ്പ്. അതാണ് സ്കെയിലും ഇതൊക്കെ എടുത്തോളി. ആ അളവും ഇതൊക്കെ നോക്കാൻ. അതതിന്റെ ചുണ്ടല്ലേ. ആ കുട്ടീനെ ഇനി വെയില് കൊള്ളിച്ചാനയക്കൂല. ഇങ്ങനെ രണ്ടാളും പോയിക്കാണി കൊറച്ചേരേ വെയിലത്ത് നിക്കട്ടെ. ഇല്ലെങ്കേ NICUലേ ഇപ്പൊ 4 പോയി വന്നിട്ടുള്ളൂ. ആ കുട്ടീനെ ഇനി അതിന്റെ ഉള്ളിക്ക് കൊണ്ടോണ്ടി വരും. ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അല്ല ഇവല് രണ്ടാളെന്തി നടന്ന് വരുന്നേ. വണ്ടില്ലേറ്റോ മോട്ടറും മുന്നിൽ. എന്ത് ഫോണോ? എനിക്കത് ഫോൺ ഇതാക്കണ കളിച്ചാനേ. എന്റെ കളിപ്പാട്ടുള്ളത് ഇതാരാ? ഇതേതാ ഡോക്ടർ? ആൾക്കാരെണ്ണം കൂടി. ആദ്യം ഡോക്ടർ ആണെങ്കിൽ നമ്മളെപ്പാന്റെ MRI സ്കാനിങ്ങിന്റെ റിസൾട്ട് ഒന്ന് പറയാൻ പറയും. അല്ല എന്നാളത്തെ ആ വീഡിയോയില് എല്ലാരും പറയുന്നുണ്ട് ടെലസ്കോപ്പ് കണ്ടിനില്ലേ? ടെലസ്കോപ്പ് ഒരു ചിരട്ടൊക്കെ ഇട്ടാ മതി തൂക്കിട്ട്. അതിനുമ്പാടി ഫോണ് കൊടുത്തളിഞ്ഞ്. അതന്നെ ഇപ്പൊ പറഞ്ഞിക്കണ് ബാപ്പ. എന്റെ കുട്ടി ഇപ്പൊ കറക്കുന്നു. അല്ല സൂര്യന് അസ്തമിച്ചണതും ഉദിക്കണതും ആ വെയില് കൊണ്ടാ കറക്കം. 3:30-4 മണിയായി. ഇത് എളുപ്പം പോകുകയാണ് ഇവിടുത്തെ വെയില്. 4-4:15 ആകുമ്പോ വെയില് പോയി. പേനേ ഓ വേറെന്തോ തപ്പാക്കണമ്മാന്റെ അടുത്ത്. എന്തൊക്കെ വർത്താനം? ഞാൻ എന്താ പരിപാടി? വീഡിയോ എടുക്കണ്ടോ? ഇവിടെ നോക്കി വീഡിയോ എടുക്കണ്. അനു ഡോക്ടറായി. 200 ഇല്ലേ? മദ്രസ ഫീസ് 200 കൊടുത്ത ആകണോ ഇരിക്കണ്. എവിടെ ഡോക്ടർ? അല്ലെങ്കിൽ കുട്ടിനെടുത്തിട്ട് ഇവിടെ വന്നപ്പോ ഇതാണ് അവസ്ഥ. നീച്ച് പോയി കാണി. കുട്ടി ഒറ്റക്ക് നിങ്ങളെ ഏൽപ്പിച്ച് പോയാ മതി. നിങ്ങളെ ഏൽപ്പിച്ച് പോയാ മതി കുട്ടിനെ. കുന്മ അവിടെ ഇരുന്നോളിട്ടെന്നാ. എന്താ ഇത് വട്ട സമ്മേളന ചായയുടെ ഒന്നല്ല. ഡോക്ടർ റിട്ട. ഞങ്ങള് അബോഷൻ എന്ന് പറയും. ഓക്കെ ഡോക്ടർ ഇന്ന് അബോഷൻ എന്ന് പറയും. കുറച്ച് ഫീലിംഗിൽ ഇങ്ങനെ വരണം. ആയിക്കോട്ടെ. ചെറിയ ഷോർട്ട് വീഡിയോ ആണ് ഇത്. 2 ദിവസം കഴിഞ്ഞാൽ വരും. അപ്പൊ എല്ലാരും കണ്ട് സപ്പോർട്ട് ചെയ്യാം. ആണോ? കണ്ണ് ചോദിപ്പിച്ച കുട്ടീനെ തന്നാ ഓക്കെ കഴിയാനായി. ഡോക്ടർ നോക്കിയാണ്ട് പറയാം. നിങ്ങൾ കൈ ഇവിടെ ഇങ്ങനെ വെക്കണം. നല്ലല്ലേ കൈ
എന്നാ ഡോക്ടറെ നമുക്ക് അബോർഷന് കണ്ണിന്ന് വെള്ളം വരാൻ സമന കാൽമങ്ങ ചവിട്ടിയാ മതി. ചവിട്ടിയാൽ വേറെ ആവൂലേ? നിങ്ങൾ കൈ ഇവിടെ ഇങ്ങനെ വെക്കേ. അപ്പൊ എന്നാ ഡോക്ടർ അബോർഷൻ എന്ന് അറിയാം. ഡോക്ടറിനെ ചിലപ്പോ താഴ്ന്ന കൈ എടുത്താണ് മോൾക്ക് വെച്ചിട്ട്, അതായത് ഇങ്ങനെ ശരിയാക്കുവോ? ഓക്കെ. എന്നാ ഡോക്ടറെ നമുക്ക് അബോർഷൻ ആക്കിയാലോ? സിംഗിൾ ഫ്രെയിമിൽ സമനന്റെ തലക്ക് ഇപ്പൊ കിട്ടുമ്പോ ചെയ്തതാണെങ്കിൽ ഞാൻ ചെറിയ ഞാൻ നോക്കിട്ട് ചിരിച്ചിട്ടുണ്ട്. ഞാൻ നല്ല രീതിയിൽ ആക്ട് ചെയ്യുന്നു. ഞാൻ എന്നെ എന്നാ ഡോക്ടറെ നമുക്ക് അബോർഷൻ പൊട്ടത്തിയെ സ്ലോ മോഷൻ അല്ല, പെട്ടെന്ന് ചിലപ്പോ കൈമ കുടിച്ചുമ്പോ ആയോ? എന്നാ ഡോക്ടറെ നമുക്ക് അബോർഷന് ആള് 32 പല്ലും കാണുന്നുണ്ട്. കൈമൊക്കെ കഴിക്കോ?